നമസ്കാരം. കേരളം ഒരുപക്ഷെ അടുത്തിടെ കേട്ടിട്ടുള്ള ഏറ്റവും വലിയ വിവാദങ്ങളിൽ അല്ലെങ്കിൽ തട്ടിപ്പുകളിൽ വളരെ പ്രധാനമാണ് ഹൈ ക്ലാസ് തട്ടിപ്പ് എന്ന് പറയാം. അതിനെ അങ്ങനെ തന്നെ പറയാം. ഒരു ഔദ്യോഗിക തട്ടിപ്പ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ ക്ഷേമ പെൻഷനുകളിൽ കൈയിട്ട് വാരിക്കൊണ്ടുള്ള വെറും വൃത്തികേട് അല്ലെങ്കിൽ ശുദ്ധതെമ്മാടിത്തരം എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പം നമുക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു മാസം നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഈ ക്ഷേമ പെൻഷൻ മാത്രം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ചെലവാകുന്ന തുക അല്ലെങ്കിൽ ആവശ്യമായ തുക 900 കോടി രൂപയാണ്. ഒന്നും രണ്ടുമല്ല, 900 കോടി രൂപ. ഈ 900 കോടി രൂപ ഇപ്പോൾ സർക്കാരിന് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് പല കമ്പനികളിൽ നിന്നും വായ്പ എടുത്തിട്ടാണ് സത്യത്തിൽ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലമൊക്കെ ആയി കഴിയുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും. അത് തന്നെ 4 മാസം ഇപ്പോൾ പെൻഡിങ് ഉണ്ട്. 4 മാസം ഏകദേശം 66,000-ത്തിലധികം പണം ഒരാൾക്ക് എന്നുള്ള നിലയിൽ കിട്ടാനുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ ഈ രീതിയിൽ ജനങ്ങളെ വെട്ടിക്കുക. ഇനി ഇതിനകത്ത് 900 കോടിയിൽ 900 കോടി കൊടുക്കുന്നതിനകത്ത് നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1458 പേർ അനധികൃതമായി ഈ പെൻഷൻ കൈപ്പറ്റുന്നു, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നു. അതായത് 60 വയസ്സിന് മേലെ പ്രായമുള്ളവർക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കുന്നത്. അപ്പോൾ പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം. അവർക്ക് മറ്റൊരു തരത്തിലും യാതൊരു വരുമാനവും ഇല്ല എന്ന് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. അതായത് വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. ഇനി അഥവാ അദ്ദേഹം ഒരു ഭിന്നശേഷിക്കാരനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭിന്നശേഷി എത്രയാണ് എന്ന് തെളിയിക്കുന്ന എത്ര ശതമാനം എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ ഇതെല്ലാം കൂടെ കൊടുത്ത് ഇദ്ദേഹത്തിൻ്റെ പ്രായം എല്ലാം കാണിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സാധാരണക്കാരനായ ഒരാൾക്ക് പെൻഷൻ അനുവദിച്ചു കൊടുക്കാൻ നിർവാഹമുള്ളൂ. വിധവാ പെൻഷൻ ആണെങ്കിൽ മരിച്ചുപോയ ഭർത്താവിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് അടക്കം വേണം, അതുപോലെ മാരേജ് സർട്ടിഫിക്കറ്റ് വേണം. അങ്ങനെ ഒരുപാട് നൂലാമാലകൾ ഇതിനകത്തുണ്ട്. എങ്കിൽ മാത്രമേ ഇവർക്കൊക്കെ പെൻഷൻ ലഭിക്കൂ. അതാണ് സർക്കാരിൻ്റെ പോളിസി. അങ്ങനെയാണ് 1458 പേര് അനധികൃതമായി, അതായത് അർഹതയില്ലാതെ പെൻഷൻ വാങ്ങുന്നുണ്ട്. ആ വകുപ്പിൽ ഒരു മാസം സർക്കാരിന് നഷ്ടമാകുന്നത് 23.32 ലക്ഷം രൂപയാണ്. അതായത് ഈ 1458 പേരെന്ന് പറഞ്ഞാൽ അവർ യാതൊരു അർഹതയും ഇല്ലാതെ പെൻഷൻ വാങ്ങുന്നവരാണ്. ഈ കൂട്ടത്തിൽ വിധവാ പെൻഷൻ വാങ്ങുന്നവരുണ്ട്, ഭിന്നശേഷിക്കാരുടെ പെൻഷൻ വാങ്ങുന്നവരുണ്ട്, 60 കഴിഞ്ഞവർക്ക് കൊടുക്കുന്ന വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവരുണ്ട്. അപ്പം ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഈ 1458 പേര്. ഇവർ അനധികൃതമായി ഏകദേശം ഒരു മാസം കൈപ്പറ്റുന്ന തുകയാണ് പറഞ്ഞത് 23.32 ലക്ഷം രൂപ. ഒന്നും രണ്ടും അല്ല, ആലോചിച്ച് നോക്കിക്കോണം. എന്നിട്ട് ഇതെന്ത് ചെയ്തു? ഇങ്ങനെ ഒരു അനുഭവം ഉണ്ട് എന്ന് കണ്ടറിഞ്ഞിട്ടാണ് നമ്മുടെ ഇൻഫർമേഷൻ കേരള മിഷൻ എന്ന് പറയുന്ന സംഘടനയെ ധനവകുപ്പ് ഇതിൻ്റെ പരിശോധനയ്ക്കായി ഏൽപ്പിച്ചു. അങ്ങനെ പരിശോധനയ്ക്കായി ഏൽപ്പിച്ചതിൽ നിന്നാണ് ഈ ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത്. അതായത് കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് 29,622.67 കോടി രൂപയാണ് പെൻഷൻ ഇനത്തിൽ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇനത്തിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതായത് ഒന്നാം പിണറായി സർക്കാർ കൊടുത്തിരിക്കുന്നത്. രണ്ടാം പിണറായി സർക്കാർ ഇതുവരെയായി നൽകിയിരിക്കുന്ന പെൻഷൻ എന്ന് പറഞ്ഞാൽ 32,100 കോടി രൂപയാണ്. ഇപ്പം ഇതുവരെയായി രണ്ടാം പിണറായി സർക്കാർ പെൻഷൻ എന്നുള്ള നിലയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതിനകത്താണ് ഈ കൈയിട്ട് വാരൽ. ഏകദേശം 50 കോടിയോളം രൂപ അനധികൃതമായി അല്ലെങ്കിൽ അർഹതയില്ലാത്തവരുടെ കയ്യിലേക്ക് ചേർന്നു എന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ. മാസക്കണക്ക് നോക്കിയിരുന്നാലും എങ്ങനെയായിരുന്നാലും 50 കോടിയോളം രൂപ അനധികൃതമായി പലരും കൈപ്പറ്റിയിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ്? എന്നാൽ ഇപ്പോൾ ഇവരാരൊക്കെയാണെന്നും എന്തൊക്കെയാണെന്നും ഉള്ള ലിസ്റ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് സർക്കാരിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് ഇതിൽ കൂടുതലുമുള്ളതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. അതിൽ അധ്യാപകരുണ്ട്, ക്ലർക്കുമാരുണ്ട്, അസിസ്റ്റന്റ് പ്രൊഫസർമാരുണ്ട്, മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ഉണ്ട്, സെയിൽസ് ടാക്സ് ഉദ്യോഗസ്ഥരുണ്ട് എന്ന് വേണ്ട ഈ പറയുന്ന പൊതുമരാമത്ത് വകുപ്പ് എന്ന് വേണ്ട എല്ലാ വകുപ്പുകളിലും പെട്ടിട്ടുള്ള ആൾക്കാരാണ് ഈ പറയുന്ന 1458 പേരെന്ന് പറയുന്നത്. ഇവർക്ക് ഇത്രയും പേർക്ക് സർക്കാർ സർവീസിൽ ഇരിക്കുന്നവരാണെന്ന് ആലോചിച്ച് നോക്കണം. ഇതിൽ വാർദ്ധക്യകാല പെൻഷൻ മേടിക്കുന്നവരുണ്ട് സർക്കാർ സർവീസിൽ. അതാണ് 60 വയസ്സിന് മേളിൽ താഴെയുള്ള 55 വയസ്സിൽ താഴെയുള്ള ആൾക്കാരാണ് സർക്കാർ സർവീസിൽ ഇരിക്കുന്നത്. അവരും ഈ പറയുന്ന ക്ഷേമ പെൻഷൻ മേടിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി എത്രത്തോളം വെട്ടിപ്പ് ഇതിനകത്ത് നടന്നിട്ടുണ്ടെന്ന്. വിധവാ പെൻഷൻ മേടിക്കുന്നവരുണ്ട് ഈ കൂട്ടത്തിൽ അനാവശ്യമായിട്ട്. കാര്യം സർക്കാരിൽ നിന്ന് ശമ്പളം മേടിക്കുന്നു, സർക്കാരിൽ നിന്ന് പെൻഷനും മേടിക്കുന്നു.
വിധവകളായിരിക്കും, കാര്യം ശരി, അവർക്ക് സർക്കാരിൽ നിന്ന് പെൻഷനല്ല, അവർക്ക് സാലറി കിട്ടുന്നുണ്ട് മാസം തോറും. കൃത്യമായ പേ റിവിഷൻസ് വരുന്ന സമയത്ത്, കൃത്യമായ ശമ്പള കമ്മീഷൻ വരുന്ന സമയത്ത് ശമ്പള കമ്മീഷന്റെ പഠനത്തിലൂടെ തെളിയുന്ന കാര്യങ്ങളെല്ലാം വെച്ചിട്ട് പരിഷ്കരിച്ചു കൊടുക്കുന്ന ശമ്പളം അവർ വാങ്ങുന്ന ആൾക്കാരാണ് ഇതിൽ അധിക പേരും എന്നുള്ളത് ആലോചിച്ച് നോക്കണം. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഈ മാതിരി തോന്നിയ ദിവസം നടന്നിട്ടുണ്ട് എല്ലാവരും. ഇപ്പൊ ഭിന്നശേഷിക്കാർക്ക് ചിലപ്പോൾ ജോലി കിട്ടുന്നതിന് മുമ്പ് ഭിന്നശേഷിക്കാർക്ക് ഈ പെൻഷൻ അനുവദിച്ചിട്ടുണ്ടാകാം. അവരെന്ത് ചെയ്തു? ജോലി കിട്ടുമ്പോൾ സ്വാഭാവികമായി ഇവരെന്താ ചെയ്യേണ്ടത്? ഇവർ ചെയ്യേണ്ടത് കൃത്യമായി രേഖ കൊടുത്തതിന് ശേഷം ആ പെൻഷൻ ക്യാൻസൽ ചെയ്യിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ സർക്കാർ സർവീസിൽ ഇരിക്കുന്ന ആൾക്കാർ പെൻഷൻ ആയി കഴിയുമ്പോൾ അവർക്ക് എന്തിനാ വിടുന്ന പെൻഷൻ? സർവീസ് പെൻഷനുണ്ട്. ഈ 1600 രൂപയെക്കാട്ടി 10 ഇരട്ടി സർവീസ് പെൻഷൻ അവർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എന്തിനാണ് അവർ വീണ്ടും ഈ പെൻഷന്റെ പുറകിന് പോകുന്നത്? ഈ 1600 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഒരാൾ അനധികൃതമായി വാങ്ങുമ്പോൾ അർഹതപ്പെട്ടവൻ ഒരുത്തിന് നിഷേധിക്കപ്പെടുകയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. ഞാനിപ്പോൾ അനധികൃതമായി ഞാൻ ആ പണം വാങ്ങുകയാണെങ്കിൽ അർഹതപ്പെട്ട ഒരാൾക്ക് അത് ലഭിക്കാതെ പോകുന്നു എന്നുള്ള കാര്യം എന്തുകൊണ്ട് മറന്നു പോകുന്നു എല്ലാവരും? സർക്കാർ ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞാൽ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി സർക്കാരിൻ്റെ ശമ്പളം മേടിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നവരാണ്. ജനസേവനമാണ് അവർ മുന്നിൽ വെക്കേണ്ടത്. അവരാണ് ഈ ചതി ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഭയങ്കര രസകരമായ ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അപ്പം സർക്കാർ ഈ പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ സർക്കാർ സർവീസിൽ കയറി കഴിഞ്ഞാൽ അത് വേണ്ട എന്ന് എഴുതി കൊടുക്കണം. എഴുതി കൊടുത്തിട്ടില്ല. അപ്പോൾ എല്ലാ വകുപ്പിലും കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ഉണ്ട്, സ്കൂൾ ടീച്ചേഴ്സ് ഉണ്ട്, ഡോക്ടർമാരുണ്ടെന്ന് വേണ്ട സകലരും ഇത് മേടിക്കുന്നുണ്ട്. അതായത് ഇനി ഓരോ വകുപ്പ്, ആരോഗ്യ വകുപ്പിലാണ് ഇമാതിരി തോന്നിവാസം ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളതെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ആരോഗ്യ വകുപ്പിൽപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ഈ പണി കൂടുതൽ കാണിച്ചിട്ടുള്ളത്. ഏകദേശം 373 പേരാണ് ആരോഗ്യ വകുപ്പിൽ നിന്ന് ഈ ക്ഷേമ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പ്, അടുത്ത പൊതുവിദ്യാഭ്യാസ വകുപ്പ് അതിലുണ്ട്. അതിൽ മേടിക്കുന്ന 124 പേരാണ്. 124 പേര് ഈ പറയുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് പെൻഷൻ ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ആയുർവേദ വകുപ്പിൽ 114 പേര്. ഇതൊന്ന് ആലോചിച്ച് നോക്കുക. ഇവർ പെൻഷൻ മേടിക്കുന്നവരാണ് അവിടെ. പിന്നെ അതോടൊപ്പം തന്നെ 74 മൃഗസംരക്ഷണ വകുപ്പിൽ 74 പേര്. അതോടൊപ്പം തന്നെ പൊതുമരാമത്ത് വകുപ്പിൽ 47 പേര്. പിന്നെയോ ഇതിൽ 2 അസിസ്റ്റന്റ് പ്രൊഫസർമാർ മേടിക്കുന്നുണ്ട്. ഈ അസിസ്റ്റന്റ് പ്രൊഫസർമാർ ഒരാൾ തിരുവനന്തപുരം ഗവൺമെൻറ് കോളേജിലും ഒരാൾ പാലക്കാട് ഗവൺമെൻറ് കോളേജിലും ഇവർ പെൻഷൻ മേടിക്കുന്നവരാണ്. അവർ മാസം എത്ര രൂപ ഒരു ശമ്പളം മേടിക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. ഈ അസിസ്റ്റന്റ് പ്രൊഫസർമാർക്ക് മാസം UGC സ്കെയിലിൽ എത്ര രൂപ ശമ്പളം കിട്ടുന്നുണ്ട് എന്നുള്ള വിവരം നമുക്കറിയാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറി അധ്യാപകർ, അവർക്കും എത്ര ശമ്പളമെന്ന് നമുക്കറിയാം. ഈ ഹയർ സെക്കൻഡറി അധ്യാപകരിൽ 3 പേര് പെൻഷൻ മേടിക്കുന്നുണ്ട്, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. പാവങ്ങൾ അല്ലേ. അതോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലാകട്ടെ 46 പേര്, ഹോമിയോപ്പതിയായിട്ട് ബന്ധപ്പെട്ടിട്ട് 41 പേര്, കൃഷിയിലും റവന്യൂ ഡിപ്പാർട്ട്മെന്റിലൂടെ ഏകദേശം ഉള്ളത് 35 പേര് വീതം. അതായത് 2 കൃഷി വകുപ്പിലും റവന്യൂ വകുപ്പിലും കൂടി ഏകദേശം 70 പേര് 2 വകുപ്പിലും കൂടെ ചേർത്ത് പെൻഷൻ മേടിക്കുന്നുണ്ട് അല്ലേ. പിന്നീട് ജുഡീഷ്യറി പ്രത്യേകം ചിന്തിച്ചോണം. ജുഡീഷ്യറി, സാമൂഹ്യ നീതി വകുപ്പ്, ആ വകുപ്പിന്റെ പേര് നിങ്ങൾ ആലോചിക്കണം. നിയമവും ഈ പറയുന്ന സാമൂഹ്യ നീതി വകുപ്പിലും അവരും മാറിയിരുന്നിട്ടില്ല. അവരിൽ 34 പേര് പെൻഷൻ മേടിക്കുന്നുണ്ട് ഇപ്പോൾ സർവീസിലിരിക്കെ. പിന്നെയോ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിലുള്ളവർ, ഇൻഷുറൻസും മെഡിക്കൽ സർവീസുമായി ബന്ധപ്പെട്ട 31 പേര് മേടിക്കുന്നുണ്ട്. കോളേജിയറ്റ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 21 പേര് മേടിക്കുന്നുണ്ട്. പെൻഷൻ മേടിക്കുന്നവരുടെ കണക്ക് ഇങ്ങനെയാണ്. ഇപ്പോൾ സർക്കാർ തൽക്കാലം ലിസ്റ്റ് പുറത്തുവിടണ്ട എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അല്ലാതെ പേര് വിവരങ്ങൾ പുറത്തുവിടണ്ട. അതെന്താ പേര് വിവരങ്ങൾ പുറത്തു വിട്ടാൽ? ഇത്തരം കള്ളനാണയങ്ങളെ പൊതുജന മധ്യത്തിൽ എത്തിക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ സർവീസ് സംഘടനകളുടെ സമ്മർദ്ദ ഫലമായിട്ടാണ് ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത്. തൽക്കാലം ഇത് ആരൊക്കെയാണ്, അവരുടെ പേര് വിവരങ്ങൾ, അവരുടെ ഡെസിഗ്നേഷൻ തുടങ്ങിയവയൊന്നും പുറത്തുവിടണ്ട എന്നുള്ളതാണ് സർക്കാരിൻ്റെ തീരുമാനം. ഇത് സാധാരണ ജനങ്ങളോട് 4 മാസം കൊണ്ട് പെൻഷൻ കിട്ടാതെ കഷ്ടപ്പെടുന്ന സാധാരണ ജനങ്ങളുടെ മുന്നിൽ സർക്കാർ കാണിക്കുന്ന നീതികേട് തന്നെയാണിത്. ഏകദേശം 50 കോടി രൂപയോളം അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും. അപ്പം ഇവരുടെ പേര് പൊതുജന മധ്യത്തിലെത്തണം, ജനങ്ങൾ അറിയണം, എല്ലാ നാട്ടുകാരും അറിയണം. ഏത് സർവീസ് സംഘടന പിണങ്ങിയെന്ന് പറഞ്ഞാലും അതിനുള്ള ചങ്കുറപ്പും തൻ്റെ ഇടവും സർക്കാരിനുണ്ടോ? എങ്കിലേ ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കാവൂ. അങ്ങനെ തൻ്റെ ഇടം ഉണ്ടെങ്കിൽ ഇവരുടെ പേര് വിവരങ്ങൾ പുറത്തു വിടണം.
പുറത്തുവിട്ട് പൊതുജന മധ്യത്തിൽ കൊണ്ടുവരണം. ഇവരുടെ ഇതുവരെ അനധികൃതമായി വെച്ച് വാങ്ങിച്ചിട്ടുള്ള പെൻഷൻ ആ തുക തിരിച്ച് സർക്കാരിലേക്ക് എത്തിക്കണം. ഇവര് ഈ 1458 പേര് അനധികൃതമായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അടുത്ത ഒരു ദിവസത്തെ ഏകദേശം 23 ലക്ഷത്തിലധികം രൂപ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു പിടിച്ച് പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യണമെന്നേ. അതാണ് സർക്കാർ ചെയ്യേണ്ട, ഒരു ആർജവമുള്ള സർക്കാർ ചെയ്യേണ്ട അതാണ്. ജനങ്ങളോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീതിബോധമുള്ള സർക്കാർ ചെയ്യേണ്ട കാര്യം ഇതാണ്. അല്ലാതെ ഇവരുടെയൊക്കെ പേര് പൊതിഞ്ഞു കെട്ടി സംരക്ഷിച്ചു വെക്കുകയല്ല. ജനങ്ങൾ അറിയണം, താങ്കളെ ഓരോ ആവശ്യത്തിന് വേണ്ടി ഓരോ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുടെയും ചെരുപ്പ് നക്കി പിന്നാലെ നടക്കുന്ന സാധാരണക്കാർ അറിയണം. ഈ പറയുന്ന വിവാഹ സർട്ടിഫിക്കറ്റിന് വേണ്ടി ആഴ്ചകളെടുക്കും അവരുടെ പിന്നാലെ നടക്കണമെന്നുണ്ടെങ്കിൽ, ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി ആഴ്ചകളെടുക്കും. അവരൊക്കെ തോന്നിയ സമയത്താണ് ജോലി ചെയ്യുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർ. അപ്പോൾ അത്തരക്കാരുടെ പേര് വിവരങ്ങൾ കൃത്യമായി പുറത്തു വരേണ്ടതുണ്ട്. അതിനുവേണ്ടി സർക്കാർ ആർജവത്തോടു കൂടി സാധാരണ ജനങ്ങളോട് ഏതെങ്കിലും തരത്തിലുള്ള നീതിബോധമുണ്ടെങ്കിൽ പ്രവർത്തിച്ചേ മതിയാകും.